ലൈഫ് മിഷൻ വിവാദത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകനായ വിവേക് കിരണ് ഇഡി സമൻസ് അയച്ചിരുന്നു. അതിന്റെ രേഖ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 2023 തന്നെയാണിത്. അതും ക്ലിഫ് ഹൗസ് വിലാസത്തിലാണ് ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സമൻസ് അയച്ചുവെങ്കിലും വിവേക് അന്ന് ഹാജരായില്ല എന്നാണ് വിവരം വരുന്നത്. പക്ഷേ വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇഡി ഇതുവരെ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ശ്രീ വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന് രേഖപ്പെടുത്തിയാണ് 2023 ഇഡി അയച്ച സമൻസ്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ വിവേക് എത്തിയില്ല. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ഇഡി അതിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം. ലൈഫ് മിഷൻ കേസിലെ മുഖ്യമന്ത്രിയുടെ മകന് ഇഡി സമൻസ് അയച്ചിരുന്നു. ഇന്നിപ്പോ വക്കഫിൽ നിന്നാ മതി. അല്ല, എന്റെ ശ്രദ്ധയിലില്ല, നമുക്കറിയില്ല. അറിയില്ല, അയച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ തുടർച്ചയായ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ അറസ്റ്റിലാകുന്നത്. പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ല, ആവിയായി പോയി. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത്. വളരെ സത്യമായില്ലേ? മുഖ്യമന്ത്രിയുടെ മകന് ഇഡി നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറനെ അന്ന് ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ്. ഇന്ത്യ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയുടെ ലിസ്റ്റിൽ പിണറായിയുടെ പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ്, NDAയുടെ മുഖ്യമന്ത്രിയാണ്. അന്നത്തെ ഇഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദാണ് സമൻസ് അയച്ചത്. മുഖ്യമന്ത്രിയോ ഓഫീസോ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമൻസിന് ശേഷം ഇഡിയുടെ ഭാഗത്തു നിന്നും തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.